Hello all and welcome to IELTS preparation by Sordeju. This is Alvin and in today's session we will start our discussion with table chart. നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് റൈറ്റിംഗ് ടാസ്ക് 1 സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട് ഇത് രണ്ടും നമ്മൾ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ടേബിൾ ചാർട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിരിക്കും. അതായത് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടേബിൾ ചാർട്ട് ടൈപ്പ് ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിനു മുൻപത്തെ രണ്ട് ടൈപ്സിലും നമ്മൾ ഫോളോ ചെയ്ത സെയിം പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കും. ആ സാമ്പിൾ ക്വസ്റ്റ്യനെ അനാലിസിസ് നടത്തി ആൻസർ എഴുതുന്ന ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ, ഈ ഒരു ടേബിൾ ചാർട്ടിന്റെ ഡിസ്കഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റിൽ കാണാം. The tables below give the distribution of world population in 1950 and 2000 with an estimate of the situation in 2050. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മുടെ ഗ്രാഫിക് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് ഈസ് എ ടേബിൾ. അപ്പോൾ ടേബിളിന്റെ ഹെഡിങ് നമുക്ക് വായിക്കാം. ദാറ്റ് ഈസ് വേൾഡ് പോപ്പുലേഷൻ ഫ്രം 1950 to 2050. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം 4 കോളംസ് ഉണ്ട്, അതുപോലെ കുറച്ച് റോസും ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ ടൈറ്റിൽസ് നമുക്ക് നോക്കാം. വേൾഡ് പോപ്പുലേഷൻ ബില്യൺസ്, ഫസ്റ്റ് സെറ്റിൽ കാണിക്കുന്നത് വേൾഡ് പോപ്പുലേഷൻ ആണ് ഇൻ ബില്യൺസ്. അത് ഇയർ ബൈ ഇയർ എത്രയാണെന്നാണ് കാണിക്കുന്നത്. 1950 2.5 ബില്യൺ ആയിരുന്നുവെന്നും 2000 വന്നപ്പോഴത്തേക്കും 6 ബില്യണിലേക്ക് അത് ഉയർന്നു വന്നു. ദെൻ 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു എസ്റ്റിമേറ്റ് ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് 9 ബില്യൺ എന്നുള്ള ഒരു എസ്റ്റിമേറ്റും കാണിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും കാണാം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേൾഡ് പോപ്പുലേഷൻ ബൈ റീജിയൻ. അപ്പോൾ ഡിഫറെന്റ് ഒരു കോണ്ടിനെന്റൽ വൈസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് 1950 എത്ര ആയിരുന്നു, 2000 എത്ര ആയിരുന്നു, അതുപോലെ 2050 ഒരു എസ്റ്റിമേറ്റും ആണ് ബേസിക്കലി കാണിക്കുന്നത്. നമുക്ക് കാണാം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, നോർത്ത് അമേരിക്ക ആൻഡ് ഓഷ്യാനിയ, ഈ റീജിയൻസിലാണ് ബേസിക്കലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു ടേബിൾ, ഈ ഒരു ഗ്രാഫിക്കിന്റെ ആയിരിക്കും അനാലിസിസ് നമ്മൾ നടത്താം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അനലൈസിങ് ദി ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻ എന്താണ്. ബേസിക്കലി വേൾഡ് പോപ്പുലേഷന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ്. അത് പണ്ട് എങ്ങനെയായിരുന്നു, 2000 എങ്ങനെയായിരുന്നു, അതുപോലെ 2050 വരുമ്പോഴത്തേക്ക് എത്രയാവും എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടത്. ഇത് ഇവിടെ പാറ്റേൺ സെയിം ആണ്. ടാസ്കുകളിൽ ഏതൊരു ക്വസ്റ്റ്യനെയും പോലെ പാറ്റേൺ സെയിം ആണ്. ഗ്രാഫിക് ഉണ്ട്, ഗ്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദെൻ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഐഡന്റിഫൈങ് ദി മെയിൻ ഫീച്ചേഴ്സ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്. നമ്മൾ എന്തൊക്കെ മെഷർമെന്റ്സിലാണ് ഇത് ഈ യൂണിറ്റ്സിലുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ യൂണിറ്റ്സിലാണ് ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബില്യൺസ് ആണ് തന്നിരിക്കുന്നു. ദെൻ ഇയേഴ്സും ഉണ്ട് അവിടെ, 1950, 2000, 2050 ഉണ്ട്. ദെൻ വാട്ട് ആർ ദി ടൈം പീരിയഡ്സ്, അതായത് ഓരോ ഇയർ ബൈ ഇയർ ഉള്ള ടൈം പീരിയഡ് എത്രയൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 1950 to 2000 പറഞ്ഞ 50 ഇയർ ടൈം പീരിയഡ്. ദെൻ അഗൈൻ ഒരു 50 ഇയറിന് ശേഷമുള്ള 2050. അപ്പോൾ ബേസിക്കലി ഒരു 50 ഇയർ ഗ്യാപ്പിലാണ് ഇയേഴ്സിന്റെ ഒരു ഇത് പറയുന്നത്. ദെൻ വാട്ട് കെൻ യു ലേൺ ഫ്രം ദി ടൈറ്റിൽ ആൻഡ് എനി ലേബിൾസ്. അപ്പൊ ഇവിടുത്തെ ടൈറ്റിൽ നോക്കാൻ എന്താണ് മനസ്സിലാവുക, വേൾഡ് പോപ്പുലേഷൻ ഫ്രം 1950 to 2050. അപ്പോൾ ഒരു 100 വർഷ കാലയളവിൽ 50 ഇയർ പീരിയഡ് വൈസ് ഉള്ള ഒരു ഡേറ്റയാണ് നമുക്ക് കാണാം ടൈറ്റിൽ നിന്നും. ദെൻ വാട്ട് ഈസ് ദ മോസ്റ്റ് ഓബ്വിയസ് ട്രെൻഡ്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ സിമിലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് നമ്മുടെ ഒരു ടേബിൾ. ഈ ടേബിളിൽ നിന്നൊരു പുറമെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്, നമ്മുടെ 3 മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ദി ഓൺലി റീജിയൻ വേർ ദ പെർസെന്റേജ് ഇസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ 2050 ഈസ് ആഫ്രിക്ക. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു കണ്ടന്റ്സ്. 1950 ഒരു എങ്ങനെയായിരുന്നു പോപ്പുലേഷൻ, 2000 എങ്ങനെയാണ്, 2050 എങ്ങനെ ആകും എന്നുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ദെൻ ഓരോ കോണ്ടിനെന്റൽ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ആഫ്രിക്ക 9% ആയിരുന്നു 1950. ദെൻ 2000 വന്നപ്പോഴത്തേക്കും 13%, അതുപോലെ 2050 ആകുമ്പോഴേക്കും 20%. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഫീച്ചർ. അതായത് ആഫ്രിക്ക ആണ് ബേസിക്കലി മറ്റ് റീജിയൻസിനെ അപേക്ഷിച്ച് ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 9% ആയിരുന്നു 1950. അതൊരു 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും 20% ഒരു ഇൻക്രീസ് കാണും. ഓക്കെ, അത് ബേസിക്കലി ആഫ്രിക്കയിൽ മാത്രമാണ് ഈ ഒരു ഇൻക്രീസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻ ഫീച്ചർ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാം.
ദെൻ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ കേസിലാണ്. യൂറോപ്പിന്റെ ഒരു ഫിഗേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനിഷ്യലി അത് 22% ആയിരുന്നു. ദെൻ 2000 ആയപ്പോഴത്തേക്കും 12% കുറഞ്ഞു. ദെൻ 2050 ഒക്കെ ആകുമ്പോഴേക്കും അതൊരു 7% കുറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ബേസിക്കലി മറ്റ് റീജിയൻസിനെ അപേക്ഷിച്ച് ഒരു ഡിക്രീസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യൂറോപ്പിലാണ്. ഒരു മേജർ ഡിക്രീസ് ആണ്, ഒരു ഗ്രേറ്റസ്റ്റ് ഡിപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന യൂറോപ്പിന്റെ കേസിലാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെയിൻ ഫീച്ചർ. ദെൻ നമുക്ക് തേർഡ് ഫീച്ചർ നോക്കാം. ദി ഓൺലി റീജിയൻ ഷോയിങ് എ ഫ്ലക്ച്വേഷൻ ഇൻ പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഹോൾ ടൈം പീരിയഡ് ഈസ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഷ്യ 56% ആയിരുന്നു 1950. ദെൻ 60% ആണ് 2000 വരുമ്പോൾ. ദെൻ 2050 വരുമ്പോഴത്തേക്കും ആ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 59%. ദാറ്റ് ഈസ് 56 നിന്നും 60, ദെൻ ഒരു 59. അപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ ബേസിക്കലി കാണിക്കുന്ന ഏഷ്യയിൽ മാത്രമാണ്. ഓക്കെ, ദെൻ മറ്റ് ഏരിയാസിൽ നമുക്ക് അത്ര ഐഡന്റിഫൈഡ് ആയിട്ടുള്ള കേസസ് അല്ല ഉള്ളത്. ദാറ്റ് ഈസ് ഓഷ്യാനിയ എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ആണ്. അത് 1% തന്നെ റിമെയിൻ ചെയ്തു നെക്സ്റ്റ് 2 years. ദെൻ നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ 7%, അത് 5 ആയി, ദെൻ 4 ആയി. ലാറ്റിൻ അമേരിക്കയും 6 നിന്ന് 9 ആയി, ദെൻ അത് സ്റ്റഡി ആയിട്ട് വീണ്ടും 9 ആണ് എസ്റ്റിമേറ്റും കാണിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏറ്റവും ഐഡന്റിഫയബിൾ ആയിട്ടുള്ള 3 ഫീച്ചേഴ്സ് ഓക്കെ ഈ ഒരു കേസിലാണ്. ദാറ്റ് ഈസ് ആഫ്രിക്കയുടെ കേസിൽ ഇൻക്രീസ് ആവുന്നു. ദെൻ ഗ്രേറ്റസ്റ്റ് ഡിപ്പ് യൂറോപ്പാണ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നു ഏഷ്യ ആണ്. ബേസിക്കലി ഇതാണ് നമ്മുടെ 3 മെയിൻ ഫീച്ചേഴ്സ്. ദെൻ നമ്മൾ ഈ ഒരു ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എസ്സേ നമ്മൾ എഴുതുക. നമ്മുടെ പാരഗ്രാഫ് സ്ട്രക്ചർ സിമിലർ ആണ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, ദെൻ ഓവർവ്യൂ, ദെൻ ബോഡി പാരഗ്രാഫ് 1 ആൻഡ് ബോഡി പാരഗ്രാഫ് 2. അപ്പോൾ നമ്മൾ വരും സെഷൻസിൽ നമുക്ക് ഈ പാരഗ്രാഫ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. താങ്ക് യു.